പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയ കാലം മുതലേ ഞാൻ എം ഡിയുടെ ആരാധകനും എം ഡിയുടെ വായനക്കാരനാണ്. അപ്പോൾ അന്ന് എൻ്റെ ഈ അഭിനയ ആഗ്രഹങ്ങൾ ഈ എം ടിയുടെ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ ഉരുവിട്ട് പഠിച്ചുകൊണ്ടാണ് ഞാനിത് ഈ മോഡുലേഷൻസ് പഠിക്കുന്നത്. അതിപ്പോൾ അപ്പുവായാലും സേതുവായാലും ഓരോ പ്രായമനുസരിച്ച് നമ്മൾ വളരുന്നതനുസരിച്ചിട്ട് കഥാപാത്രങ്ങൾ വളരുന്നുണ്ട്, അതനുസരിച്ചുള്ള താല്പര്യങ്ങൾ വളരുന്നുണ്ട്. അങ്ങനെ എം ടി എൻ കഥാപാത്രങ്ങളോടുള്ള ഒരു ഒബ്സഷൻ എനിക്കുണ്ട്. അത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ, സിനിമയിൽ അദ്ദേഹം എന്നെ വെച്ച് സിനിമ എടുക്കുകയോ എനിക്ക് വേണ്ടി എഴുതുമെന്ന് ആലോചിച്ചിട്ടല്ല. ഈ കഥ എഴുതുന്ന സമയത്ത് എന്നെ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാകും, മനസ്സിലുണ്ടാകും. അങ്ങനെയൊക്കെ കഥകളും കഥാപാത്രങ്ങളും ഉണ്ടാകാറുണ്ട്. അതൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എനിക്ക് വേണ്ടി സംഭാഷണം എഴുതുമ്പോൾ എൻ്റെ ശബ്ദത്തിൽ അത് കേൾക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. പിൽക്കാലൻ്റെ സ്വപ്നങ്ങളിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഷൂട്ടെടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ പുള്ളിയുടെ ബീഡി പാക്കറ്റ് തന്നു. ഞാൻ ആ ബീഡിയും പാക്കറ്റും കൂടെ എടുത്ത് പോക്കറ്റിലിട്ടു എൻ്റെ. അത് ഞാനിങ്ങനെ പുള്ളിയുടെ പുറകിൽ ഇങ്ങനെ ഷോട്ട് എടുക്കുമ്പോൾ ഇരിക്കുക എന്നെ സംസാരിച്ചുകൊണ്ട് ഈ എൻ്റെ പോക്കറ്റിൽ നിന്ന് പുള്ളി ഈ ബീഡി എടുത്ത് പുള്ളി സ്വന്തമായിട്ട് വലിച്ചു. എന്നിട്ട് എനിക്ക് നീട്ടി, ഞാനും അവരോട് വലിച്ചു. അങ്ങനെ ഒരു സൗഹൃദമുണ്ട്. അത് മറ്റു നടന്മാരോട് അവിടെ ആരോടും കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഫൈൻഡുകളായിട്ടുള്ള പലരും വേറെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ അക്ഷരലോകത്തെ അപൂർവ പ്രതിഭകളാണ്. നമ്മൾ ഇനിയും മലയാളം സംസാരിക്കാൻ, മലയാളം വായിക്കാനും കേരളത്തിലെ ജനങ്ങളുള്ളിടത്തോളം കാലം അവരെയൊക്കെ വീണ്ടും വായിക്കപ്പെടും.